ട്രാമ്പ് ആൻഡ് ടേസ്റ്റിന്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസ് ഒക്കെ വരുമല്ലേ, എല്ലാവരും കേക്ക് ഒക്കെ ഉണ്ടാക്കുന്ന പ്ലാനിങ്ങിലായിരിക്കുമല്ലോ. അപ്പൊ ദേ വരുന്നു നമ്മളുടെ ചാനലിലൂടെ ഡേറ്റ്സ് ക്യാരറ്റ് കേക്ക്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കൂ. കേക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമുക്ക് കുറച്ച് ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു 1/2 കപ്പ് ഷുഗർ ആണ് എടുത്തിരിക്കുന്നത്. ഷുഗർ എങ്ങനെ കാരമലൈസ് ചെയ്യുന്നതെന്ന് നമ്മൾ നേരത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. കാണാത്തവർക്കായിട്ട് ജസ്റ്റ് ഒരു പാത്രം വെക്കുക, അതിനകത്തോട്ട് വെള്ളത്തിൻ്റെ അംശം പാടില്ല, ഷുഗർ ഇടുക. ഷുഗർ എന്നിട്ട് പതുക്കെ മെൽറ്റായി വരും. അപ്പോൾ ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കുക, കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി കാരമലൈസ് ചെയ്ത ഷുഗറിനകത്തോട്ട് കുറച്ച് തിളച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, പൊട്ടിത്തെറിക്കാതെ നോക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാൻ വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ഒരു ബൗൾ എടുക്കുക. അതിനകത്തോട്ട് 1 കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ശകലമായിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇനി അതുപോലെ 1 കപ്പ് ചോപ്പ് ചെയ്ത ഡേറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്. ഞാനിവിടെ കുറച്ച് സ്ലൈസ്ഡ് ബദാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ നട്ട്സ് ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്തിനാണ് ഇതിങ്ങനെ മൈദ ആഡ് ചെയ്ത് കോട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡേറ്റ്സിൻ്റെയും ക്യാരറ്റിൻ്റെയൊക്കെ ആ ഒരു ഹെവിനെസ് കാരണം കേക്ക് നമ്മൾ ബാറ്റർ പാനിലേക്ക് ഒഴിക്കുമല്ലോ, അങ്ങനെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം കൂടെ താഴെ പോയി അടിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ മൈദ വെച്ചിട്ട് ഒരു കോട്ടിങ് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം നല്ല കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് സെറ്റായിട്ട് നിൽക്കും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു അരിപ്പ എടുത്തിട്ട് അതിനകത്തോട്ട് 1 കപ്പ് മൈദ ആഡ് ചെയ്യുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 പിഞ്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ എല്ലായിടത്തോടെ ഒന്ന് മിക്സായി കിട്ടും. പിന്നെ നമ്മുടെ മൈദയിൽ എവിടെയെങ്കിലും കട്ട പിടിച്ചിരിക്കണമെങ്കിൽ അതും എല്ലാം മാറിക്കിട്ടും. ഒരു സ്പൂണോ ഫോർക്ക് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് ഒരു ബൗളിൽ 2 മുട്ട പൊട്ടിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 1 മിനിറ്റ് നമ്മുടെ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് നന്നായിട്ട് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഷുഗർ പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് വന്നിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ എഗ്ഗും ഷുഗറോടെ നന്നായിട്ട് മിക്സായ ഒരു ക്രീമി പരുവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് സൺഫ്ലവറോ അല്ലെങ്കിൽ കോൺ ഓയിലോ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷുഗറോടെ ആഡ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ എഗ്ഗ്, ഷുഗർ, കോൺ ഓയിൽ, അതുപോലെ കാരമലൈസ്, വാനില എസൻസ് എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ്, ക്യാരറ്റ്, ഡേറ്റ്സ് ആ മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഒത്തിരി നേരം ബീറ്റ് ചെയ്യരുത്, ജസ്റ്റ് ഒരു 5 സെക്കൻഡ് ഇതൊന്ന് മിക്സ് ആവാൻ പാകത്തിന് ഒന്ന് അടിച്ചു കൊടുക്കുക.
ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് നമ്മുടെ ഫ്ലോർ മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കണം. എപ്പോഴും കുത്തി ഇളക്കരുത്, സിംഗിൾ ഡയറക്ഷനിൽ ഇങ്ങനെ പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഇപ്പം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ട്രേ സെറ്റ് ചെയ്യാം. ഇനി ഒരു പാൻ എടുത്തിട്ട് ഞാൻ അതിനകത്ത് അല്പം ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു നോൺ സ്റ്റിക്ക് ട്രേ ആണ് കേട്ടോ കേക്ക് ബേക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ബട്ടർ പേപ്പർ യൂസ് ചെയ്യാത്തത്. നിങ്ങൾ സാധാ ട്രേ ആണെന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ യൂസ് ചെയ്യണേ. നമ്മുടെ മോൾഡ് റെഡി ആയിട്ടുണ്ട്. ഇനി മോൾഡിലേക്ക് പതുക്കെ ഇത് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ബാറ്റർ ഇതിനകത്ത് ഈ ട്രെയിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഇങ്ങനെ കറക്കി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്തിനങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും എയർ ബബിൾസ് ഫോം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണ്. ഗാർണിഷിന് വേണ്ടി കുറച്ച് കാഷ്യൂട് വെച്ച് കൊടുക്കുക. കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇത് 10 മിനിറ്റ്സ് 200 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഓവനിലോട്ട് 35 മിനിറ്റ്സ് 160 ഡിഗ്രിയിൽ നമ്മൾ ബേക്ക് ചെയ്തെടുക്കാൻ പോവാണ് കേക്ക്. അപ്പോൾ നമുക്ക് ബേക്ക് ചെയ്യാം. നമ്മുടെ യമ്മി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനപ്പോൾ ഒരു പീസ് ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡേറ്റ്സ് ക്യാരറ്റ് നട്ട്സ് കേക്ക്. Bell icon on the YouTube app and never miss another update.